ലൈവിൽ റെനേൻ്റെയും ആര്യൻ്റെയും വിഷയത്തിൽ വലിയൊരു അടി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. റെന ആര്യനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആര്യൻ്റെ ബെഡിലേക്ക് വന്ന് കിടക്കുന്നു. അപ്പം റെനേനെ എഴുന്നേപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് ആര്യൻ എന്ത് ചെയ്തു, റെനേൻ്റെ ദേഹത്ത് കയറി കിടക്കുന്ന തരത്തിലുള്ളൊരു ആക്ട് അവിടെ ചെയ്യുന്നു. റെനയ്ക്ക് അപ്പം തന്നെ അത് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ട് റെന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് രാത്രി ബിന്നീൻ്റെ അടുത്ത് കിടന്ന് കരഞ്ഞ് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ റെന ഈ വിഷയം നൂറേൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ആര്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്ക്ഡ് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നൂറ ചോദിക്കുന്നു, എന്നാൽ അത് നിനക്ക് ഇന്നലെ തന്നെ എല്ലാവരും പറയാറുന്നില്ലേ എന്ന്. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ റെന മസ്താനിക്ക് അപ്പം തന്നെ പ്രതികരിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചത് ഓർമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് നൂറ പറയുന്നു, ശരി നീ ഏതായാലും എല്ലാവരോടും ഇത് പറയും, അല്ലെങ്കിൽ ആര്യനെ വിളിച്ചിട്ട് ഈ കാര്യം സംസാരിക്കാൻ പറയുന്നു. അങ്ങനെ റെന ചെന്നിട്ട് ആര്യനോട് ഈ കാര്യം സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആര്യൻ ആ വിഷയം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ റെനേനെ വീണ്ടും ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ നീ മസ്താനിൻ്റെയും ലക്ഷ്മീൻ്റെയും പോലെ ചീപ്പ് ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് റെന പോയിരുന്ന് കരയുന്നുണ്ട്. കരയുന്നതിനോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളതും അവിടെയുള്ള ആൾക്കാരോട് പറയുന്നുണ്ട്. ആര്യൻ ഇങ്ങനെ പേഴ്സണൽ സ്പേസിലേക്ക് വന്നപ്പോൾ എനിക്കത് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു, അതാണ് ഞാൻ തുറന്നു പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ സമയത്ത് ആര്യൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പോയെന്ന് പറഞ്ഞ സമയത്തും ആര്യൻ ഞാൻ മസ്താനീനെ പോലെയും പിന്നെ ലക്ഷ്മീനെ പോലെയും ചീപ്പ് ഗെയിം കളിക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു. അപ്പം എന്താണ് സംഭവിച്ചതെന്നുള്ളത് റെന അവിടെ പറയുന്നു. റെനയ്ക്ക് ആര്യൻ ചെയ്തിട്ടുള്ള ഒരു ആക്റ്റിൽ ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതും എല്ലാവരോടും അവിടെ തുറന്നു പറയുന്നുണ്ട്. ആര്യനും അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം അതിൽ ഇതെല്ലാവരും കേട്ടിട്ട് ഈ ലക്ഷ്മിയുടെ വിഷയം ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെ നിൽക്കാതെയാണ് പലരും അവിടെ നിൽക്കുന്നത്. റെനേൻ്റെ കൂട്ടത്തിലും ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ അനീഷും ബിന്നിയുമാണ് വളരെ സ്ട്രോങ് ആയിട്ട് റെനേൻ്റെ കൂടെ നിന്നിട്ട് ആര്യനെതിരെ സംസാരിക്കുന്നത്. ആര്യൻ ചെയ്തത് തെറ്റാണ് എന്ന് ആവർത്തിച്ച് അനീഷ് ഷൗട്ട് ചെയ്തിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ബിന്നി ഈ കാര്യം കണ്ട ഒരാളാണ്, അതുകൊണ്ട് തന്നെ ആര്യൻ ചെയ്തത് തെറ്റാണെന്ന് ബിന്നിയും പറയുന്നു. ഇതിലെടുത്ത് പറയേണ്ട ഒരാളെ അക്ബറാണ്. ഈ ആര്യനും ജിസേലിന് എതിരെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അക്ബർ ഉടനെ വളരെ സൈലൻ്റ് ആയിട്ട് നയമൊക്കെ മാറ്റി ആര്യനോട് പോയി പറയും, നീ ചെയ്തത് തെറ്റാണ്, അങ്ങനെ പേഴ്സണൽ സ്പേസിലേക്ക് ചെല്ലാൻ പാടില്ല, പക്ഷേ അവൾ നിൻ്റെ ബെഡിലോട്ട് വന്നിട്ടല്ലേ, അല്ലാതെ അവളുടെ ബെഡിലോട്ട് നീ പോയി പിടിച്ചോന്നും അല്ലല്ലോ എന്നുള്ളൊരു മറുവാദവും കൂടെ അവിടെ എടുത്ത് വയ്ക്കും. അതിൽ അനീഷ് വലിയ രീതിയിൽ ആര്യനെതിരെ സംസാരിച്ചതിന് ഈ അഭിലാഷും ഒണീലും ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ലക്ഷ്മീനെ പോലെയാണ് അനീഷ് ചെയ്തതെന്നുള്ളതാണ്. അതിനോട് ഞാൻ യോജിക്കണില്ല. കാരണം ഇവിടെ റെന അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തുറന്നു പറയുകയും ആര്യൻ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തു. ഇപ്പോൾ റെന തന്നെ അവിടെ ആവർത്തിച്ച് പറയുന്നത് ആര്യൻ ഏതെങ്കിലും തരത്തിൽ മോശം ഇൻറ്റൻഷനോടെ ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെ പേഴ്സണൽ സ്പേസിലേക്ക് വന്ന സമയത്ത് അത് പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യമാണ്, എനിക്കത് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അവിടെ മാന്യമായിട്ട് ആര്യൻ ആ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്ത് ശരിയാണ്, അങ്ങനെ ഒരാളുടെയും കൺസേൺ ഇല്ലാതെ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് വരാൻ പാടില്ല, ഞാൻ സോറി പറയുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് പറയേണ്ടതിന് പകരം ആര്യൻ ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്ത രീതി വെച്ചിട്ടാണ് ഈ അനീഷും ബിന്നിയൊക്കെ ആര്യനെതിരെ ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. അതിൽ ഒണീലും അഭിലാഷും കൂടെ ഒക്കെ വന്നതെന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇത്രയും നാളും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് പെട്ടെന്ന് ഭയങ്കര അൺകംഫർട്ടബിൾ ആണെന്ന് പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ആര്യൻ പറഞ്ഞതുപോലെ തന്നെ ചീപ്പ് ഗെയിമാണ് എന്നുള്ളതാണ്. അത് എന്തൊരു നിലപാടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവർക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ, അതോ ഇപ്പോൾ ഈ കഴിഞ്ഞ സംഭവങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പ്രതികരിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സംഭവം ഒണീലിൻ്റെ ഭാഗത്താണ് ന്യായം, അപ്പോൾ ഇതും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇനി ആര്യൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമോ? വിഷയം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പറയാനായിട്ടുള്ള ബുദ്ധി ഈ അഭിലാഷിനും ഒണീലിനും ഒന്നും ഇല്ലേ എന്നുള്ളതാണ്. ഒണീൽ തുടക്കത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് സോറി പറയുക എന്നുള്ളതാണ്. ആ സോറി പറഞ്ഞ് അവിടെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് ആദ്യം ഒണീൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതിൽ അനിമോൾ ഇപ്രദേശത്തിരുന്ന് പറയുന്നത് മോശം ഇൻറ്റൻഷനോടെ തന്നെയാണ് ആര്യൻ അത് ചെയ്തതെന്നാണ്. അതിലൊക്കെ പറയുന്നുണ്ട്, നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്, റെനയ്ക്ക് പോലും അങ്ങനൊരു കംപ്ലൈൻറ്റ് ഇല്ല, അപ്പം നീയായിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് ഇത് ഈ രീതിയിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യും, അതുകൊണ്ട് നീയായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിടരുതെന്ന് പറഞ്ഞിട്ട് ആദിലയും അനുമോളും കൂടെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതിൽ ആദ്യം ആര്യൻ റെനേനെ കളിയാക്കുന്ന തരത്തിൽ ഒരു സോറി പറയുന്ന സമയത്ത് അനീഷ് അതിനെതിരെ സംസാരിക്കുന്നുണ്ട്. നീ സോറി പറയുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സോറി പറയേ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് ജിസേൽ പോയിട്ട് ആര്യൻ്റെ അടുത്ത് സോറി പറയാൻ പറയുമ്പോൾ ആര്യൻ
സോറി പറയുന്നുണ്ട്. അതിനുശേഷം ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ വലിയ ഗെയിമർ ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ഗെയിം കളിച്ചതെന്നൊക്കെ അതിനുശേഷം ഇരുന്നിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ആര്യൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത്. കാരണം ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് അത്രയും ക്ലോസ് ആയിട്ട് ചെന്നതിന് ശേഷം അത് അവർക്ക് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത് അവർ തുറന്നു പറയുമ്പോൾ അതിനെ അംഗീകരിക്കുക. അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്, ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയുന്നതിന് പകരം അവിടെ കിടന്ന് വീണ്ടും ഈ പറഞ്ഞയാളെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ ഇവിടെ ക്യാമറയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, മോശം ഇൻറ്റൻഷനോടെയാണ് എന്നുള്ളത് അവിടെ ആരും പറഞ്ഞിട്ടില്ല. പൊതുവേ ആര്യൻ എല്ലാ കാര്യവും വളരെ ഇമ്മച്ചുവർഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ഈ വകതിരിവ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന ഒരാളാണ് ആര്യൻ. അപ്പോൾ അതുപോലൊരു പ്രവൃത്തിയാണ് ഇതും.